നമസ്കാരം. എല്ലാ കായിക പ്രേമികൾക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. അങ്ങനെ കാത്തിരിപ്പിന് വിരാമമിട്ട് IPL വരികയാണ്. ഇനി വെറും 2 ദിവസത്തെ മാത്രം കാത്തിരിപ്പാണ് ശേഷിക്കുന്നത്. 28-ാം തീയതി നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും മുൻ ചാമ്പ്യന്മാരായ സൺറൈസേഴ്സ് ഹൈദരാബാദും തമ്മിലുള്ള പോരാട്ടത്തോടെയാണ് ഇത്തവണത്തെ IPL ആരംഭമാകുന്നത്. 10 ടീമുകളും അരയും തലയും മുറുക്കി തങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പിഴവുകളെല്ലാം നികത്തിയാണ് ഇത്തവണ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ടീമുകളും സജീവമായ കിരീട പ്രതീക്ഷയിലുമാണ്. അവസാന സീസണിൽ സംഭവിച്ച പിഴവുകൾക്കെല്ലാം ഇത്തവണ പരിഹാരം കാണാൻ സാധിക്കും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് എല്ലാ ഫ്രാഞ്ചൈസികളുടെയും ആരാധകരും ഉള്ളത്. ഇത്തവണ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്ന ടീമുകളിലൊന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. കാരണം വലിയൊരു തലമുറ മാറ്റത്തിലേക്ക് അവർ കടക്കാൻ പോവുകയാണ്. ഇത്രയും നാൾ നമ്മൾ കണ്ട CSK അല്ല ഇത്തവണ ഇറങ്ങുന്നത്. CSKയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവർ സീനിയർ താരങ്ങളെ ഉപയോഗിച്ച് കപ്പടിക്കുന്ന നിരയാണ്. എന്നാൽ ഇത്തവണ അതിൽ നിന്ന് വലിയ മാറ്റമാണ് അവർ വരുത്തിയിരിക്കുന്നത്. യുവതാരങ്ങളിൽ വിശ്വസിച്ച് പണം മുടക്കുന്ന CSKയാണ് ഇത്തവണ നമുക്ക് മിനി താരലേലത്തിൽ കാണാനായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ CSKയുടെ പ്ലേയിങ് ലെവലിലേക്ക് വരുമ്പോഴും അവരുടെ തന്ത്രങ്ങൾ യുവതാരങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കുമെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. ഇത്തവണ താരസമ്പന്നമായ CSKയിൽ നിന്ന് ആരൊക്കെയാവും പ്ലേയിങ് ലെവലിലേക്ക് എത്തുക? ഇത്തവണ CSK പരിഗണിക്കാൻ സാധ്യതയുള്ള പ്ലേയിങ് ലെവൽ എങ്ങനെയാവുമെന്ന് നമുക്ക് പരിശോധിക്കാം. CSKയുടെ ക്യാപ്റ്റനായ ഋതുരാജ് ഗെയ്ക്വാദ് ഇത്തവണ CSKയുടെ ഓപ്പണിംഗ് എങ്ങനെയാകും എന്നതിനെ കുറിച്ച് വ്യക്തമായി തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് സഞ്ജു സാംസണും ഋതുരാജ് ഗെയ്ക്വാദും തന്നെയാവും ഇത്തവണ CSKക്ക് വേണ്ടിയിട്ട് ഓപ്പണിംഗിൽ ഇറങ്ങുക. ആയുഷ് മാത്രം എന്ന യുവതാരം അവിടെ ഉള്ളതിനാൽ സഞ്ജുവിന്റെ റോൾ മാറുമോ അതോ ഋതുരാജ് 3-ാം നമ്പറിലേക്ക് പോകുമോ തുടങ്ങിയ പല അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. എന്നാൽ എല്ലാ അഭ്യൂഹങ്ങൾക്കും വിരാമം വിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഋതുരാജ് ഗെയ്ക്വാദ് തന്നെ CSKയുടെ ഓപ്പണിംഗ് എങ്ങനെയായിരിക്കും എന്ന കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടുകൂടി ആയുഷ് മാത്രമേ പ്ലേയിങ് ലെവലിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറഞ്ഞിരിക്കുകയാണ്. കാരണം മാത്രേ ഓപ്പണിംഗിൽ അല്ലാത്തൊരു പക്ഷം മറ്റൊരു റോളിൽ കളിപ്പിക്കാൻ സാധ്യത വളരെ കുറവാണ്. മാത്ര പ്രതിഭാശാലിയായ താരമാണെന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ സീസണിൽ CSKയ്ക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച താരവുമാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള മാത്രയുടെ പ്രകടനം നോക്കുമ്പോൾ സ്ഥിരത ഒരു വലിയ പ്രശ്നമാണ്. നമുക്ക് അണ്ടർ-19 വേൾഡ് കപ്പ് നേടിക്കൊടുത്ത ക്യാപ്റ്റൻ ആണെങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പ്രകടനം ഒരു പ്രതീക്ഷിച്ച നിലവാരം പുറത്തിയിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ CSK നിലവിൽ ഋതുരാജ് സഞ്ജു ഓപ്പണിംഗ് കൂട്ടുകെട്ടുമായിട്ട് പോവുകയും മാത്രമേ പുറത്തിരുത്താനുമുള്ള സാധ്യതയാണ് കൂടുതൽ. 3-ാം നമ്പറിലേക്ക് വരുമ്പോൾ ഉർവിൽ പട്ടേൽ, അതായത് CSKയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആണ്. നമുക്കറിയാം സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ 28 പന്തിൽ സെഞ്ചുറി അടിച്ച താരമാണ് ഉർവിൽ പട്ടേൽ. വലിയ ഫിറ്റ്നസ് ഉള്ള താരം, അനായാസം സിക്സർ പറത്താൻ കഴിവുള്ളവരുമാണ്. അതുകൊണ്ട് തന്നെ 3-ാം നമ്പറിലേക്ക് ഉർവിൽ പട്ടേലിനെ CSK കൊണ്ടുവരാനുള്ള സാധ്യതകളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ 4-ാം നമ്പറിലേക്ക് വരുമ്പോൾ ആ സീറ്റിന് വലിയ തർക്കങ്ങളില്ല. കാരണം ഡെവാൾഡ് ബ്രെവിസ് എന്ന താരം അവിടെയുണ്ട്. ബേബി ABD എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആരാധകർ വിശേഷിപ്പിക്കുന്ന തകർപ്പനടിക്കാരൻ അവിടെ CSKയ്ക്കൊപ്പം കസറാനായിട്ട് കാത്തിരിക്കുകയാണ്. നമുക്ക് T20 വേൾഡ് കപ്പിലടക്കം ബ്രെവിസ് മികച്ചൊരു പോരാട്ടം കാഴ്ചവെച്ച താരമാണ്. AB ഡിവിലിയേഴ്സിനെ പോലെ തന്നെ മൈതാനത്തിന്റെ എല്ലാ ഭാഗത്തേക്കും സിക്സർ പറത്തുന്ന യുവതാരം, വലിയ കോൺഫിഡൻസോട് കൂടി കളിക്കുന്ന താരമാണ്. ഒരു ബൗളറുടെ വലുപ്പമൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല. വലിയ ഷോട്ടുകൾ കളിക്കാൻ കെൽപ്പുള്ള താരമാണ്. അതുകൊണ്ട് തന്നെ 4-ാം നമ്പറിൽ CSK തീർച്ചയായിട്ടും ബ്രെവിസ് എന്ന താരത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനാണ് സാധ്യത കൂടുതൽ. 5-ാം നമ്പറിലേക്ക് വരുമ്പോൾ CSKയ്ക്ക് ചില ആശയക്കുഴപ്പങ്ങളുണ്ട്. അതിൽ 3 താരങ്ങളെയാണ് പ്രധാനമായിട്ടും പരിഗണിക്കുന്നത്. ഒന്ന് സർഫറാസ് ഖാൻ, രണ്ടാമത്തത് കാർത്തിക് ശർമ്മ, 3-ാമത്തെ താരം പ്രശാന്ത് വീർ എന്നീ 3 പേരെയാണ് CSK ഈ 5-ാം നമ്പറിലായിട്ട് പരിഗണിക്കുക. ഇതിൽ സർഫറാസ് ഖാൻ നമുക്കറിയാം, കഴിഞ്ഞ സമീപകാലത്തെ അദ്ദേഹത്തിന്റെ പ്രകടനങ്ങളൊക്കെ വളരെ മികച്ചതായിരുന്നു. അതിവേഗം റൺസ് ഉയർത്താൻ സർഫറാസ് ഖാന് സാധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സർഫറാസ് ഖാൻ പ്ലേയിങ് ലെവലിൽ വേണമെന്ന് മുൻ താരങ്ങളടക്കം പലരും വാദിക്കുന്നുമുണ്ട്. പക്ഷേ സർഫറാസ് ഖാനെ CSK പ്ലേയിങ് ലെവലിലേക്ക് എത്തിക്കാൻ സാധ്യത വിരളമാണ് എന്ന് തന്നെ പറയാം. ആദ്യ മത്സരങ്ങളിലൊന്നും സർഫറാസ് ഖാന് പിന്തുണ ലഭിച്ചേക്കില്ല. കാർത്തിക് ശർമ്മ ഈ പ്രാവശ്യം CSK മിനി ലേലത്തിലൂടെ കൊണ്ടുവന്ന താരമാണ്. 14.2 കോടിക്ക് ടീമിലെത്തിച്ച യുവ വിക്കറ്റ് കീപ്പറാണ് കാർത്തിക് ശർമ്മ. അദ്ദേഹം നെറ്റ്സിൽ പരിശീലനത്തിൽ വലിയ സിക്സർ പറത്തുന്നതിൻ്റെയൊക്കെ വീഡിയോ ഇതിനോടകം CSK പങ്കുവയ്ക്കുക, അതൊക്കെ വളരെ വൈറലായി മാറുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ CSKയ്ക്ക് അവിടെ ആവശ്യം ഒരു സ്പിൻ ഓൾറൗണ്ടർ ആയ പ്രശാന്ത് വീറിനെ തന്നെയായിരിക്കും. കാരണം പ്രശാന്ത് വീർ ബാറ്റ് കൊണ്ട് മാത്രമല്ല പന്ത് കൊണ്ടും ഇമ്പാക്ട് സൃഷ്ടിക്കാൻ കഴിവുള്ള താരമാണ്. ഇത്തരം ഒരു ഓൾറൗണ്ടർ, രവീന്ദ്ര ജഡേജയൊക്കെ പോയിരിക്കുന്ന ടീം വിട്ടൊരു സാഹചര്യത്തിൽ പ്രശാന്ത് വീറിനെ പോലെ ഒരു ഓൾറൗണ്ടറുടെ സാന്നിധ്യം എന്തുകൊണ്ടും CSKയ്ക്ക് ഗുണം ചെയ്യും. അതുകൊണ്ട് CSK ഇത്തരം ഒരു നീക്കം നടത്താനാണ് സാധ്യത കൂടുതൽ. അങ്ങനെയാണെങ്കിൽ 5-ാം നമ്പറിൽ നമുക്ക് പ്രശാന്ത് വീറിനെ CSK
ഒപ്പം പ്രതീക്ഷിക്കാം. 6-ാം നമ്പറിൽ മറ്റൊരു താരത്തെ അവർ തേടിയേക്കില്ല. ശിവം ദുബെ എന്ന വിശ്വസ്തൻ അവിടെ ഉണ്ട്. കാരണം നമുക്കറിയാം, മധ്യ ഓവറിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പിന്നർമാരെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ദുബൈയുടെ ഒരു ബാറ്റിംഗ് മികവ് എല്ലാവർക്കും അറിയാവുന്നതാണ്. അനായാസം ഗ്രൗണ്ടിന്റെ അപ്പുറത്തേക്ക് അടിച്ച് പറത്തി കന്തിനെ കളയാൻ ശേഷിയുള്ള ഒരു താരമാണ് ദുബെ. അദ്ദേഹത്തിന്റെ ഉയർന്ന ഫിറ്റ്നസ് ഉപയോഗിച്ച് സ്പിന്നർമാരെ കടന്നാക്രമിക്കാൻ ദുബയ്ക്ക് സാധിക്കും. ഡെത്ത് ഓവറിലടക്കം മികവ് കാട്ടാൻ ദുബയ്ക്ക് കഴിവുണ്ട്. പ്രത്യേകിച്ച് ചെപ്പോക്കിലെ ഹോം ഗ്രൗണ്ടിൽ, CSKയുടെ ഹോം ഗ്രൗണ്ടായ ചെപ്പോക്കിലെ സാഹചര്യത്തിൽ സ്പിന്നിന് അനുകൂലമാണ് കാര്യങ്ങളൊക്കെ. അവിടെ ദുബൈയെ പോലൊരു താരത്തിന് വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ 6-ാം നമ്പറിൽ നമുക്ക് ദുബൈയെ പ്രതീക്ഷിക്കാം. 7-ാം നമ്പറിൽ ആയിരിക്കും MS ധോണി കളിക്കുക. ധോണി ഈ സീസണിൽ കളിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും പല തർക്കങ്ങളും ഉണ്ട്. എന്നിരുന്നാലും ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ നെറ്റ്സിലെ പ്രാക്ടീസും എല്ലാം നോക്കുമ്പോൾ എന്തായാലും ധോണി കളിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ 7-ാം നമ്പറിൽ തന്നെയായിരിക്കും MS ധോണി ബാറ്റ് ചെയ്യാൻ എത്തുക. മത്സരത്തിന്റെ സാഹചര്യത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചില മാറ്റങ്ങൾ ഉണ്ടായെങ്കിലും ധോണി പ്രാവശ്യം ഇമ്പാക്ട് പ്ലെയർ ആയിട്ടല്ല, പൂർണ്ണ കളിക്കാരൻ എന്ന നിലയിൽ തന്നെ കളിക്കും. 7-ാം നമ്പറിൽ ധോണിയെ നമുക്ക് പ്രതീക്ഷിക്കാം. 8-ാം നമ്പറിൽ ഒരു സ്പിന്നറെ ആയിരിക്കും CSK കൊണ്ടുവരിക. 2 ചാൻസസ് ആണ് ഉള്ളത്. ഒന്ന് രാഹുൽ ചഹാർ, പിന്നെ അല്ലെങ്കിൽ അഖിൽ ഹുസൈൻ. അഖിൽ ഹുസൈൻ നമുക്കറിയാം വെസ്റ്റ് ഇൻഡീസിന്റെ സ്പിന്ന് കളിക്കാരനാണ്, സ്പിൻ ഓൾറൗണ്ടറാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഇപ്രാവശ്യം CSK രവീന്ദ്ര ജഡേജയ്ക്ക് ഒരു പകരക്കാരൻ എന്ന നിലയിലൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ അഖിലിനെ കളിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ സാധ്യത രാഹുൽ ചഹാറിനാണ്. കാരണം ഇന്ത്യയിൽ കളിച്ചുള്ള അനുഭവ സമ്പത്തിന്റെ കൂടുതൽ എന്ന നിലയിൽ രാഹുൽ ചഹാറിന് പിന്തുണ ലഭിച്ചേക്കും. മുംബൈ ഇന്ത്യൻസിന് വേണ്ടി അടക്കം നേരത്തെ കളിച്ചിട്ടുള്ള താരമാണ് രാഹുൽ ചഹാർ. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കാനാണ് CSK സാധ്യത കൂടുതൽ. ഇന്ത്യയിലടക്കം കളിച്ച് വലിയ അനുഭവ സമ്പത്തുള്ള താരമാണ് രാഹുൽ ചഹാർ. അതുകൊണ്ട് തന്നെ CSK രാഹുൽ ചഹാറിനെ പിന്തുണയ്ക്കാനാണ് സാധ്യത കൂടുതലെന്ന് നമുക്ക് ഈ സാഹചര്യത്തിൽ വിലയിരുത്താം. ഇനി 9-ാം നമ്പറിലേക്ക് വരുമ്പോൾ നൂർ അഹമ്മദ്, അതായത് അഫ്ഗാനിസ്ഥാന്റെ സ്പിന്നർ നൂർ അഹമ്മദിനെ ആയിരിക്കും CSK പിന്തുണയ്ക്കുക. കാരണം അഫ്ഗാനിസ്ഥാൻ ടീമിനൊപ്പം അദ്ദേഹം നടത്തുന്ന പ്രകടനങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. CSKയിലേക്ക് വരുമ്പോൾ ഇതേ മികവ് തന്നെ അദ്ദേഹം പുലർത്തിയിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ സീസണുകളിലൊക്കെ നോക്കുമ്പോൾ നൂർ അഹമ്മദ് മികച്ച പ്രകടനം കാഴ്ചവെച്ചൊരു താരമാണ്. കൈക്കോൾ സ്പിന്നുകൊണ്ട് മികച്ച ഗൂഗിളികൾ എറിയാൻ, ബാറ്റ്സ്മാനെ വെള്ളം കുടിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ബൗളറാണ്. ചെപ്പോക്കിലെ സാഹചര്യം പരിഗണിക്കുമ്പോൾ നൂർ അഹമ്മദ് എന്തുകൊണ്ടും ഒരു വിശ്വസ്തനായ താരമാണ്. MS ധോണിക്ക് ഒരു വിശ്വസ്തൻ എന്ന് പറയാവുന്ന നിലയിലേക്ക് നൂർ അഹമ്മദ് ഇതിനോടകം മാറിയിട്ടുണ്ട്. പലപ്പോഴും കൂട്ടുകെട്ട് പൊളിക്കാൻ ധോണി ഋതുരാജിനെ ഉപയോഗിച്ച് തന്ത്രം മെനയുന്നത് നൂർ അഹമ്മദിലൂടെ ആണെന്നൊക്കെ നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണയും CSKയുടെ പ്ലേയിങ് ലെവലിൽ നൂർ അഹമ്മദിനൊരു സാധ്യത കൂടുതലാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. 10-ാം നമ്പറിൽ ഇടം കയ്യൻ പേസറായിട്ടുള്ള ഖലീൽ അഹമ്മദിനെയാണ് CSK പരിഗണിക്കാൻ സാധ്യത. കാരണം ന്യൂ ബോളിൽ ഖലീൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് വളരെ വലുതാണ്. CSK ഇത്തവണയും അത് തന്നെ പ്രതീക്ഷിക്കുന്നു. 11-ാം നമ്പറിൽ മുകേഷ് ചൗധരിനെ ആയിരിക്കും CSK കൊണ്ടുവരാൻ സാധ്യത. ഇതായിരിക്കും CSK ഇത്തവണ പരീക്ഷിക്കാൻ സാധ്യതയുള്ള പ്ലേയിങ് ലെവൻ ഒന്ന് വിശദമായി പരിശോധിച്ചാൽ സഞ്ജു സാംസൺ, ഋതുരാജ് ഗെയ്ക്വാദ് ഓപ്പണിംഗ് കൂട്ടുകെട്ടുണ്ടാവും. 3-ാം നമ്പറിൽ ഉർവിൽ പട്ടേൽ വരും. 4-ാം നമ്പറിൽ ഡെവാൾഡ് ബ്രവിസ് ആയിരിക്കും. 5-ാം നമ്പറിൽ പ്രശാന്ത് വീറിനാണ് കൂടുതൽ സാധ്യത. 6-ാം നമ്പറിൽ ശിവൻ ദുബെ വരുമ്പോൾ 7-ാം നമ്പറിൽ MS ധോണി എത്തും. 8-ാം നമ്പറിൽ രാഹുൽ ചഹാറും 9-ാം നമ്പറിൽ നൂർ അഹമ്മദും 10-ാം നമ്പറിൽ ഖലീൽ അഹമ്മദും 11-ാമനായി മുകേഷ് ചൗധരിയുമാവും ഉണ്ടാവുക. ഇതിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതിൽ മികച്ച പ്ലേയിങ് ഇലവൻ CSKയ്ക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അത് കമന്റായിട്ട് നിർദ്ദേശിക്കാവുന്നതാണ്. എന്തായാലും ഇത്തവണ സഞ്ജു സാംസൺ എല്ലാം വന്ന ഒരു സാഹചര്യത്തിൽ CSKയ്ക്ക് ഉയർന്ന കിരീട സാധ്യതയുണ്ട്. 6-ാം കിരീടത്തോടെ ഇത്തവണ CSK എല്ലാവരും ഞെട്ടിക്കുമെന്നുള്ളത് കാത്തിരുന്ന് തന്നെ നമുക്ക് കണ്ടറിയാം.